പ്രിയമുള്ളവരെ, KLP വില്ലേജ് വ്ളോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ നിന്നും തിരൂർ റൂട്ടിലേക്ക് പോകുന്ന കടങ്ങാത്തുണ്ട് ഭാഗത്തായിട്ട് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെയും വളവന്നൂർ പഞ്ചായത്തിൻ്റെയും അതിരിലൂടെ കടന്നു പോകുന്ന കുറുകത്താണി വഴി എടരിക്കോടിലേക്ക് പോകുന്ന റൂട്ടിൽ ഈങ്ങേങ്ങൽപ്പടിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഗോഡൌണിൽ നിന്നും ധാരാളം അരികൾ ഇവിടുന്ന് കയറ്റിപ്പോയി എന്ന ഒരു വിവാദം സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ അവിടേക്കുള്ള മാർച്ച് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ട പൊതുഖജനാവിൽ നിന്നും പണമിറക്കി പൊതുജനങ്ങളുടെ നന്മക്കും ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട അരിയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുന്ന് മറിച്ച് വിൽപ്പന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 2.25 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 2.25 കോടിയുടെ അഴിമതി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചാണ്. ആ മാർച്ച് അങ്ങോട്ട് സപ്ലൈകോ ലക്ഷ്യം വെച്ച് കടന്നു പോകുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈവ് പരിപാടികളാണ് മാന്യപ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് കടങ്ങാത്തുണ്ട് കനറ ബാങ്കിന്റെ പരിസരത്ത് നിന്നായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ച് സപ്ലൈകോയുടെ ഗേറ്റിന്റെ മുൻവശത്തായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗേറ്റ് ലോക്ക് ചെയ്തുകൊണ്ട് പോലീസ് ആ മാർച്ചിനെ അവിടെ തടഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രണ്ടത്തനെ അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ വെട്ടം ആലുകോയ സാഹിബ് ഒക്കെ ആയിട്ട് നടത്തിയ അതിവിശദമായ ഒരു പ്രഭാഷണം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ടുള്ള അവരുടെ പ്രഭാഷണവും ലൈവായിട്ട് ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വളവന്നൂർ പഞ്ചായത്ത് അതുപോലെ തന്നെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ സംവദിക്കേണ്ടായി അവരായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്ന അധ്യക്ഷ പ്രഭാഷണത്തിന് ശേഷം രണ്ടത്താണി അബ്ദുറഹ്മാൻ സാഹിബിന്റെയും വെട്ടം മാലിക്കോയ സാഹിബിന്റെയും പ്രഭാഷണം മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം. സപ്ലൈകോയുടെ ഒരു ഗോഡൌൺ എന്നത് കേവലം ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഏറെ സ്വാധീനിക്കുന്ന ഒരു കേന്ദ്രമാണ്. നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് എത്തിച്ചു നൽകുക എന്നുള്ള ഒരു വലിയ ചുമതലയാണ് സപ്ലൈകോ നിർവഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ രംഗത്ത് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ കഴിയുമായിരുന്നു. ഒരുപക്ഷെ അരി അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ എന്നതിൽ നിന്ന് മാറി മനുഷ്യർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ പലതും സപ്ലൈകോ വഴി എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചതുപോലും ബഹുമാന്യനായ മുഖ്യമന്ത്രി UA ബീരാൻ സാഹിബിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച വിപ്ലവകരമായ ചില പദ്ധതികളിലൂടെയായിരുന്നു. അപ്പോൾ തന്നെ നമുക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നിടത്ത് വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. തിക്കോടിയിലും അല്ലെങ്കിൽ കുറ്റിപ്പുറത്തുമൊക്കെയുള്ള ഗോഡൌണുകളിൽ പോയി അവിടെ നിന്ന് സമാഹരിച്ച് ഇവിടെ എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് സപ്ലൈകോയുടെ ഒരു ഗോഡൌൺ ഉണ്ടാവുക എന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും കണ്ടത്. അതുകൊണ്ടാണ് ഈ സപ്ലൈകോയുടെ ഗോഡൌണിൽ നിന്ന് ചെറിയ തോതിലല്ല വിതരണം നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 14,000 ലോഡാണ് ഒരു വർഷത്തിൽ ഇവിടെ നിന്ന് പോകുന്നത്. 14,000 ലോഡ് പോവുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 210 ചാക്ക്, ഏകദേശം ഒരു 210 ചാക്ക് ഒരു ലോഡിൽ ഉണ്ടാകുമെന്നാണ് അരിയാണ്. അത് 14,000 ലോഡ് പോവുക എന്ന് പറഞ്ഞാൽ ചെറിയതല്ല. അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങൾ വേറെയുണ്ട്. ഇത്തരത്തിൽ അരി ഗോഡൌണിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾ ഗവൺമെന്റ് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും കുറ്റിപ്പുറത്ത് നിന്ന് ഗോഡൌണിൽ ഇറക്കി വാഗണിൽ നിന്ന് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, ഒരു ചണച്ചാക്കിന് മുകളിൽ ഒരു കൊളുത്തിട്ട് പിടിച്ചാൽ അരി ചോരുമെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പിന്നീട് ലോറിയിലേക്ക് കയറ്റി അവിടെ നിന്ന് ഇവിടെ എത്തി വീണ്ടും കയറ്റി അതൊക്കെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടം ഗവൺമെന്റ് കണക്കാക്കിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതിനുവേണ്ടി തന്നെ ഒരു കമ്മിറ്റിയെ വെച്ച്
അവർ പഠിച്ച് 0.2% ആ രീതിയിൽ നഷ്ടമുണ്ടാകും എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഉത്തരവായി ഇറങ്ങി, പക്ഷെ നടപ്പാക്കിയിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെ ഏകദേശം ഇവിടെ നിന്ന് ഒരു വർഷത്തിൽ പോകുന്ന ഈ അരിയുടെ നഷ്ടമായി കണക്കാക്കുന്നത് കേവലം ഒരു 5 ലക്ഷത്തോളം രൂപയാണ്. പക്ഷെ ഇവിടെ നഷ്ടം അതല്ല, 2.76 കോടിയാണ്. 2,76,00,000 രൂപ. ആ രീതിയിലുള്ള ഒരു നഷ്ടം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ നഷ്ടം സംഭവിക്കുന്നതിന് ഉത്തരവാദികളാരാണ്? നമ്മൾ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയേറെ വലിയ നഷ്ടം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നെല്ല് മാത്രമല്ല പത്തായം തന്നെ വിഴുങ്ങുന്നവർ ഇതിനകത്തുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരെ പുറത്തു കൊണ്ടുവരണം എന്ന് ഞങ്ങൾ പറയുന്നത്. അവരെ പുറത്തു കൊണ്ടുവന്നേ മതിയാവൂ. ആ പുറത്തു കൊണ്ടുവരുന്നവർ കേവലം 1-2 ചെറിയ ജീവനക്കാരിൽ ഒതുങ്ങിയില്ല. നിങ്ങൾ മനസ്സിലാക്കാം, ഇവിടെ തന്നെ ഓരോ വകുപ്പിന്റെയും മേധാവികളായി ഗവൺമെന്റ് നിയമിച്ചവരുടെ ബാക്ക് സ്റ്റോറി നിങ്ങളൊന്ന് പഠിക്കണം. ആ രേഖകളൊന്ന് പരിശോധിക്കണം. അപ്പോഴാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായ ബന്ധം എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുക. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ആരും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഇത് ഇവിടെ വെച്ച് ഒതുക്കേണ്ട, ഇവിടെ വെച്ച് അന്വേഷിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. ഇത് കേവലം കൽപ്പകഞ്ചേരി പോലീസ് ലിമിറ്റിലോ ഒന്നും ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അതിനപ്പുറം വ്യാപകമായി കേരളത്തിലുടനീളം നടക്കുന്ന ഒരു വലിയ കാട്ടുകൊള്ളയുടെ ഭാഗമാണിത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ആ സംശയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കോട്ടയത്ത് നമ്മൾ കേട്ടത് നെല്ല് സംഭരിക്കുന്നിടത്താണ്. നെല്ല് സംസ്കരിക്കാൻ ഏൽപ്പിച്ച മില്ലുകളായിരുന്നു. ആ മില്ലുകളിൽ നിന്ന് സംസ്കരിക്കാൻ ഏൽപ്പിച്ച നെല്ല് മറ്റൊരു ഗോഡൌണിലേക്ക് പോയിട്ട് 12 രൂപക്ക് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയുമായി അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നിട വരെ ഉണ്ടായി. ഒരു വലിയ തീവട്ടിക്കൊള്ളയാണ് കോട്ടയത്ത് പിടിച്ചത്. അതും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അവ സ്വാഭാവികമായും ഇത്തരം കേന്ദ്രങ്ങളിൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതി ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ വ്യാപകമായ കൊള്ള, ഇത് ഇത്രയും കാലം ജനങ്ങൾ കരുതിയത് ഏതെങ്കിലും ഒറ്റപ്പെട്ട റേഷൻ ഷാപ്പുകാരിലേക്കാണ്. നമ്മൾ വായിച്ചറിഞ്ഞു 2000 ചാക്ക് അരിയാണ് ഈ അടുത്ത കാലത്ത് മുന്നിയാലിൽ നിന്ന് പിടിച്ചെടുത്തത്. അത് പിടിച്ചെടുത്തപ്പോൾ പറഞ്ഞു ഏതോ റേഷൻ ഷാപ്പുകൾ പിൻവഴി കൊടുത്തതാകാം. മിനിഞ്ഞാന്ന് നിങ്ങൾക്കറിയാം, റോഡുകളിൽ ഇരുന്ന് സമൂസയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു അന്യദേശക്കാരനെ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെത്തിയത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ആട്ടയും മൈദയും അതൊക്കെ നിർലോഭം ലഭിച്ചിരിക്കുന്നു. നമുക്കൊരു വീട്ടിലൊരു പാക്കറ്റ് പോലും കിട്ടാത്തത് 100 കണക്കിന് പാക്കറ്റുകളാണ് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. ആരാണ് ബംഗാളിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ ഇവിടെ വന്നവരുടെ കൈകളിലേക്ക് അത് എത്തിച്ചത്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സാധാരണക്കാരന് ഒരു പാക്കറ്റ് പോലും കിട്ടാത്ത ഉൽപ്പന്നം എങ്ങനെയാണ് ഇത്ര നിർലോഭമായി മാർക്കറ്റിൽ എത്തുന്നത്? അത് പരിശോധിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് വലിയൊരു കൊള്ളയാണ്. ആ കൊള്ള തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ഏതൊരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണോ നമ്മുടെ ഈ ശൃംഖല ആരംഭിച്ചത് അത് തകർന്നു പോകും. മാവേലി സ്റ്റോറിൽ കാലിയാണ് ഗോഡൌണിൽ. മാവേലി സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ട്രാക്കിൽ സാധനം കിട്ടാനില്ല, അവിടെ കാലിയായി കിടക്കുകയാണ്. അല്ലെങ്കിൽ സപ്ലൈകോയുടെ ഏത് ഏജൻസിയിൽ പോയാലും അത് കിട്ടുന്നില്ല. ആ കിട്ടാത്തിടത്താണ് ഇത്തരം രംഗത്ത് കാര്യക്ഷമതയില്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് ഈ അഴിമതിക്കെതിരായി ശക്തമായ ഒരു അന്വേഷണം നടക്കുക തന്നെ വേണം. അത് കേവലം ഇവിടെ ഒതുക്കുന്ന ഒന്നായി മാറരുത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് വളരെ പരിമിതമായ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടമാണെങ്കിൽ ഈ അന്വേഷണം ഇനിയും ഇതുപോലെ ചെറുതാക്കി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒതുക്കി അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പിയുടെ പരിധിയിൽ ഒതുക്കി ചുരുക്കിക്കളയാമെന്നാണ് മോഹിക്കുന്നത് എങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഇരച്ചു കയറുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട്
ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വർഗങ്ങളായിട്ടുള്ള പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന, അവർക്കൊരു നേരം കഞ്ഞി കുടിക്കാൻ ഒരു നിലയിലും പ്രയാസം ഉണ്ടായിക്കൂടാ എന്ന് കരുതിയിട്ടാണ് അനുബന്ധമായിട്ടുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു വകുപ്പുണ്ടായി. ആ വകുപ്പിൽ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് കേരളത്തിന്റെ ദാരിദ്ര്യ മേഖലയിൽ നിന്ന്, പട്ടിണി കിടക്കുന്നതിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചു വന്നത് ആ വകുപ്പാണ്. ആ വകുപ്പിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് മാവേലി സ്റ്റോറുകളാണ്. മാവേലി സ്റ്റോറുകൾ വരുമ്പോൾ ഒരു മാവേലി സ്റ്റോർ നിയോജകമണ്ഡലത്തിൽ എന്ന തോതിലായിരുന്നു ആദ്യം. അന്ന് പീരാൻ സാഹിബ് കേരളത്തോട് പറഞ്ഞ ഒരു വലിയ മറുപടി ഉണ്ട്. ഇന്നത് മണ്ഡലത്തിൽ ഒന്നായി നിൽക്കട്ടെ. കേരളത്തിന്റെ പൊതുമേഖലയിൽ, കേരളത്തിന്റെ സ്വകാര്യ മേഖലയിൽ, കേരളത്തിന്റെ വ്യാപാര രംഗത്ത് പാവങ്ങൾക്ക് വലിയ സംരക്ഷണമേകാൻ മാവേലി സ്റ്റോറുകൾക്ക് സാധ്യമാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, മാവേലി സ്റ്റോറിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ വില ഏറെക്കുറെ എല്ലാവരും അറിയുന്ന ഒരു വിലയാകും. അങ്ങനെ വരുമ്പോൾ മറ്റു മാർക്കറ്റിലെ സാധനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ഭദ്രമായ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ഈ വകുപ്പ് മൂലം ഉണ്ടാകുന്നത് എന്ന് പ്രിയപ്പെട്ട പീരാൻ സാഹിബ് പറയുന്നത്. നമുക്കറിയാം, പഞ്ചായത്തുകൾ വന്നപ്പോൾ കൂടുതൽ ഈ രംഗത്ത് ആവശ്യമായിട്ടുള്ള സംവിധാനമില്ല. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് കണക്കാണ്. ഒരു ഗോഡൌൺ ഒരു നാട്ടിൽ വരുമ്പോൾ പ്രധാനമായും ആദ്യത്തിന്റെ എല്ലാ പരിശോധനയും കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായി പരിശോധിക്കുന്നത് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്നാണ്. തൊഴിലാളികൾ വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പരിസരത്ത് വന്ന ഗോഡൌണുകൾ, ആ ഗോഡൌണുകളുടെ കെട്ടിടം പൂർത്തിയായി ഗവൺമെന്റുമായി എഗ്രിമെന്റ് ചെയ്തിട്ട് പോലും താമസങ്ങൾ എടുത്തു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം? തൊഴിലാളികളുടെ കാര്യം ഉറപ്പുവരുത്തുക എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് അത്രയേറെ സാധാരണക്കാരുമായി, ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പാണ്. ഈ വകുപ്പിന്റെ പരിശോധനയുടെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം. ഇപ്പൊ ഈ കേസിൽ തന്നെ എത്ര നന്നായിട്ടാണ് നടപടികൾ പാലിച്ചത്? ഞാൻ ചോദിക്കുന്നത്, ഈ സംവിധാനമുള്ള എല്ലാ നിലയിലാണോ ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ കേരളമാകെ ഗുണ്ടകളുടെ കയ്യിലാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണകൂടം ഒന്നിച്ച് ഗുണ്ടകളായി തീർന്ന ഒരു കാലഘട്ടമാണ് പിണറായിയുടെ കാലഘട്ടമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് ജോയ് എന്ന് പറയുന്ന ഒരാൾ മരിച്ചിട്ട് 2 ദിവസമാണ് ആ വെള്ളത്തിൽ കിടന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തിരുവനന്തപുരം എന്ന് പറയുന്നത് ഭരണസ്ഥിര കേന്ദ്രമാണ്. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റാണ്, ഭരണ സംവിധാനങ്ങളുണ്ട്. നമ്മളൊരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ പലതുകൊണ്ടും സാധ്യമാകാതെ വരുമ്പോൾ തിരുവനന്തപുരത്ത് പോകും. എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രം അത്രയും സുശക്തമാണ്. ഏതു വിധേയനെയും ഏതു നിയമ നടപടികൾക്കും വിധേയമാക്കാൻ കഴിയുന്ന, ഏത് നിയമ നടപടികളും ചെയ്യാൻ കഴിയുന്ന ഭരണസ്ഥിര കേന്ദ്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ആ ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ നടുവിൽ ഈ ഇതൊക്കെ സംഭവിക്കുമ്പോ ഈ ഭരണകൂടം എവിടെയാണ്? അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ അതേ പേപ്പറിൽ നമ്മൾ വായിക്കുന്നത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കിടന്ന് 2 ദിവസം അതിൽ കുടുങ്ങിക്കിടങ്ങുന്ന. നിങ്ങൾ ആലോചിച്ചു, എന്താണ് ഈ നാട്? എന്താണ് കേരളം? എവിടെയാണ്? ഒരു ഭരണകൂടം ഇല്ല എന്ന് മാത്രമല്ല, ഭരണകൂടം ഗുണ്ടകളെ ഏൽപ്പിച്ച് നിരുത്തരവാദപരമായി പെരുമാറുന്ന അഹങ്കാരികളായ ആളുകളെ തലപ്പത്ത് നിർത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പണപ്പിരിവിന് സാധ്യമായ ഇടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും അഴിമതി നടത്തുന്നത് കൊണ്ടാണ്. ഒരു ഭരണകൂടത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അഴിമതി നടത്താൻ ഒരിക്കലും സാധ്യമല്ല. നേരത്തെ നമ്മൾ പറയുന്നത് ഭരണകൂടം മറുപടി പറയണമെന്ന. എന്തുകൊണ്ട്? അഴിമതി നടത്തിയ ആളുകളോട് ഗവൺമെന്റ് ബന്ധം സ്ഥാപിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത് മാറ്റി ഭരണകൂടം ആകെ അഴിമതി നടത്തുകയാണ്. എല്ലാവരും അഴിമതി നടത്തുകയാണ്. എന്തെല്ലാം രൂപത്തിലാണ്, എന്തെല്ലാം ഭാവത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഗവൺമെന്റ് എത്രമാത്രം വഷളായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് മതി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സമ്മേളനങ്ങൾ നടന്നു, യോഗങ്ങൾ നടന്നു. നിരന്തരമായി അവർ ചർച്ച ചെയ്തു. പലതരത്തിലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കൊരിക്കലും മറച്ചു വെക്കാൻ കഴിയാത്ത വിധം കേരളത്തിന്റെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ള, അവന്റെ പ്രശ്നങ്ങളുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുള്ള, അവനോട് നിസ്സംഗത പാലിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായി കമ്മ്യൂണിസ്റ്റുകാരടങ്ങുന്ന വലിയ ജനസമൂഹം വോട്ട് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാജയമാണ്. ഈ നാട് ഭരിക്കുന്നവരുടെ പരാജയം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പരാജയമാണ്.
അങ്ങനെ കേരളത്തിലെ ജനതയെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള, അവരുടെ എല്ലാ ബോധവും നശിപ്പിച്ചിട്ടുള്ള, അവരുടെ സാംസ്കാരികമായ വലിയ തകർച്ച ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞു, ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു മേഖലയിൽ അഴിമതി വരാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. FCL നമ്മൾ അരിയെടുക്കുമ്പോ ആ അരിയെടുത്ത് നമുക്കറിയാമല്ലോ, ഒരു 100 കിലോ അന്ന് അരി കയറ്റിയാൽ 10 ടണ്ണിലധികം ഉണ്ടെങ്കിൽ അവർ വീണ്ടും റൗണ്ട് ചെയ്തു വന്ന് ആ അരി കണക്കാക്കി കൃത്യമായി കൊടുത്തേക്കും. ഞാൻ ചോദിക്കുന്നത്, ആളുടെ കുറവാണോ, ഉദ്യോഗസ്ഥന്മാരുടെ കുറവാണോ, ജോലിക്കാരുടെ കുറവാണോ? അതൊന്നുമല്ല. ഞാൻ നേർക്ക് നേരെ പറഞ്ഞാൽ, ഇപ്പൊ ഇതിലൊരു കസ്റ്റോഡിയൻ ഉണ്ടാവും, ഓരോ ഗോഡൌണിൽ കസ്റ്റോഡിയന്മാരുണ്ടാവും. ആ കസ്റ്റോഡിയൻ ആരാണെന്ന് പരിശോധിക്കേണ്ടത് ഗവൺമെന്റാണ്. പ്രത്യേകിച്ച് CPI ആണ് നിയമിക്കുന്നത്. CPIക്കൂടെ നിയമിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. CPM കണ്ണുരുട്ടിയാൽ CPIക്കുള്ള ആനുകൂല്യം CPMന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇന്ന് CPM CPIയും ഉള്ളത്. അതുകൊണ്ട് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. 2,76,00,000 പാവപ്പെട്ടവന്റെ ചട്ടിയിൽ വേവിച്ചെടുക്കേണ്ട അരിയെടുത്ത് മുതലാളിത്തത്തിന്റെ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ എത്തിച്ച മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ തുറങ്കലിൽ അടക്കേണ്ടതാണ് ഈ സമരത്തിന്റെ മുഖമെന്ന് ഞാൻ സ്വാഭാവികമായി പറയാം. അതുകൊണ്ട് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരായിട്ട് കൂടി ഈ ശക്തമായ സമരം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളൊരു കഞ്ഞിച്ചട്ടി എന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാനമാണ്. ഒരു നേരത്തെ കഞ്ഞി കുടിക്കുക എന്നതാണ്. അങ്ങനെയാണല്ലോ പറയാം, ഒരു നേരത്തെ കഞ്ഞി കുടിക്കുക എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിക്കുക എന്ന് മാത്രമല്ല, അവന്റെ പ്രയാസങ്ങളുടെ, ഒരു പാവപ്പെട്ടവന്റെ പ്രയാസം കഞ്ഞി വിളമ്പുന്നത് കഞ്ഞിച്ചട്ടിയിലാണ്. ആ കഞ്ഞിച്ചട്ടിയിൽ മണ്ണ് വാരിയിട്ട ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിശക്തമായി മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള, നിങ്ങൾക്കറിയാലോ, ഈ വകുപ്പിൽ ഞങ്ങൾക്കൊരു ബന്ധം കൂടിയുണ്ട്. ഈ വകുപ്പിന്റെ വികാസം എന്ന് പറയുന്നത്, ഈ വകുപ്പ് ജനകീയമാക്കിയത്, ഈ വകുപ്പിന്റെ പദ്ധതികൾ കൊണ്ടുവന്നത്, ഈ വകുപ്പിൽ ശ്രദ്ധേയമായ ഇടപെടൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പദ്ധതി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പദ്ധതിയിലാണ് കൈയിട്ടു വരുന്നത്. നേരത്തെ ഗവൺമെന്റ് അവർക്ക് എങ്ങനെ അരി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. ഇന്നത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അവർക്ക് എങ്ങനെ അരി കൊടുക്കാതിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഈ ധാർമ്മികമായ സമരത്തിൽ മുസ്ലിം ലീഗിന്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഈ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള രണ്ട് പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ സാരഥികളെ, നേതാക്കന്മാരെ, ഇവിടെ വന്ന നേതാക്കന്മാരെ ഏറെ അഭിനന്ദിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം. പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ സമരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് AP ആസാദ്, കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ നന്ദി അറിയിക്കേണ്ടായി. അതിനുശേഷമുള്ള ഒരല്പം കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകണം എന്നും കൂടെ അറിയിക്കുന്നു. കൂടുതൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.